പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം, കണ്ടംകുളത്തി ബോണോ കെയർ ക്യാപ്സ്യൂൾ സ്നേക് മാസ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും ഞങ്ങളുടെ യാത്രയുടെ ഏകദേശം ഞങ്ങളുടെ യാത്ര 250 എപ്പിസോഡുകൾ പിന്നിട്ട് മുന്നോട്ട് പോവുകയാണ്. എന്നെ സംബന്ധിച്ചല്ല, ഞങ്ങളുടെ സ്നേക് മാസ്റ്റർ ടീമിനെ സംബന്ധിച്ച് ഇതൊരു വലിയ ഒരു അനുഭവമാണ്. ആ ഒരു ത്രില്ലിലാണ് ഞങ്ങളിപ്പോൾ. എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ ആദ്യത്തെ യാത്ര നിങ്ങൾക്ക് വേണ്ടി വ്യത്യസ്തമായ അതിഥിയെ തേടി ഇന്നത്തെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കരമനയ്ക്കടുത്ത് നെടുങ്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു വീട്ടിൻ്റെ മുന്നിൽ കാർ പോർച്ചിനകത്ത് ഒരു അതിഥി വന്ന് ആറ്റുകാൽ പൊങ്കലയ്ക്ക് ഉപയോഗിച്ചതിന് ശേഷം അടുക്കി വെച്ച ഇഷ്ടികയ്ക്കിടയിൽ അല്ലെങ്കിൽ വെന്ത കല്ലിൻ്റെ ഇടയിൽ ഇരിക്കുന്നു എന്നും പറഞ്ഞ് അവർ വിളിക്കുകയുണ്ടായി. നമ്മൾ എന്തായാലും ആ സ്ഥലത്തെത്തി. നമുക്ക് പോകാം നമ്മുടെ അതിഥി ഇരിക്കുന്ന വീട്. ഈ കാണുന്ന വീട്ടിലൊക്കെ ഞാൻ 2-3 പ്രാവശ്യം അതിഥികളെ എടുക്കാൻ വന്ന വീടുകളാണ് ഇതൊക്കെ. എന്തായാലും നമുക്ക് പോകാം നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക്. നല്ല മണം. ഞാൻ നമ്മുടെ പോലീസിൻ്റെ ഡോഗ് സ്ക്വാഡിലുള്ള ആളൊന്നുമല്ല, പക്ഷെ എന്നാലും നല്ല മണം. എന്താണെന്നറിയാമോ? നല്ല സ്പ്രേ കൊടുത്തിരിക്കുകയാണ്. നല്ല ഒന്നാന്തരം ആരോഗ്യത്തിന് നല്ല സാധനം സ്പ്രേ ചെയ്തിരിക്കുകയാണ്. മണ്ണെണ്ണ പേടിച്ചിട്ട് അമ്മ മണ്ണെണ്ണ സ്പ്രേ ചെയ്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് മിക്കവാറും അതിനകത്തേക്ക് വലിഞ്ഞിരിക്കാം, അകത്തേക്ക് ഉള്ളിലേക്ക് പോയിക്കാം. നമുക്ക് എന്തായാലും ഇന്ന് കുറേ ദിവസം കൊണ്ട് മതിൽ പൊളിപ്പും കളയിലും മരമുറുപ്പും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഇഷ്ടിക ഒന്ന് പിറക്കി മാറ്റേണ്ടതുണ്ട്. നോക്കാം നമുക്ക് ഇതിനകത്ത് അതിഥി ഉണ്ടോ എന്ന്. നമുക്ക് എന്തായാലും ഇവിടെ കാണാം. ഇതിൽ വേറൊരു പ്രത്യേകതയുള്ളത്, ഇവിടെ നമുക്കറിയാം നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രത്യേകത. തിരുവനന്തപുരത്ത് ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുന്നെയാണ് ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയ അമ്മമാരുടെ ക്ഷേത്രമായ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞതേ ഉള്ളൂ. ആ പൊങ്കാല കഴിഞ്ഞിട്ട് അവർ അടുക്കി വെച്ച കല്ല്, പൊങ്കാലക്കല്ലാണിത്. ആ കല്ലിൻ്റെ ഇടയിലാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ നമ്മുടെ അതിഥിയെ നമുക്ക് പുറത്തേക്ക് എടുക്കേണ്ടതുണ്ട്. അദ്ദേഹം എന്തായാലും ഓടിപ്പോവുകയാണ്. അദ്ദേഹത്തെ നമ്മൾ എന്തായാലും പുറത്തേക്ക് എടുക്കുകയാണ്. ഏകദേശം ഉദ്ദേശം 2 വയസ്സുള്ള മാത്രം പ്രായം വരുന്ന ഒരമ്മച്ചേര, ഫീമെയിലാണ്, പെൺചേരയാണ്. നമുക്ക് കാണാൻ ചുണ്ട് കൂർത്തിരിക്കുന്നതും തല ചെറുതും. അതുപോലെ കളർ നമുക്ക് മഞ്ഞയും കറുപ്പും അടങ്ങുന്ന കളറാണ്. ശരീരത്തിൻ്റെ പകുതി മുതൽ അങ്ങോട്ട് മഞ്ഞ മാത്രമേ ഉള്ളൂ. അതിന് പിറകിലേക്ക് മഞ്ഞയും കറുപ്പും കൂടി കലർന്നൊരു കളറാണ്. അടിയിൽ ഫുള്ള് മഞ്ഞയാണ്. വാല് കൂർത്തിരിക്കുന്നു. അദ്ദേഹത്തിന് നമ്മളെന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മൾ ഒത്തിരി പ്രാവശ്യം ചേരകളെ പരിചയപ്പെടുത്തിയതാണ്. കടിക്കുന്ന അതിഥി തന്നെയാണ്. ഇത് ചുറ്റുകയൊന്നുമില്ല, കടിച്ചു ഒരു അപകടമൊന്നും ഉണ്ടാകുന്നില്ല. നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മുടെ അതിഥിയെക്കുറിച്ച് വിശദീകരിച്ചതുകൊണ്ട് നമുക്ക് ഇനി വിശദീകരിക്കാനായിട്ടില്ല. നമ്മളെന്തായാലും ഈ അതിഥിയെ കവറിലാക്കി അടുത്ത സ്ഥലത്തേക്ക്, മറ്റൊരു കോളിലേക്കായി, അടുത്ത ഒരു വ്യത്യസ്തനായ അതിഥിയെ തേടി അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവും. എന്തായാലും സ്നേക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ യാത്രയുടെ അടുത്ത അതിഥിയെ തേടി നമ്മൾ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. വട്ടിയൂർക്കാവിനാണ് നിന്ന് നെട്ടയത്തേക്ക് പോകുന്ന വഴിയിൽ ഒരു വീട്ടിൽ കാർ പോർച്ചിനകത്ത് എന്തോ ചെറിയ അതിഥിയെ കണ്ടെന്ന് പറഞ്ഞ് അവർ നമ്മളെ വിളിക്കുകയുണ്ടായി. അപ്പോൾ അവർക്കൊരു സംശയം, ഈ ഒരു കുഞ്ഞിനെ കാണുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്, ഇനി ഒരുപാട് കുഞ്ഞുങ്ങൾ ടീമായിട്ടുണ്ടാകുമോ, അത് ഈ ഭാഗത്ത് എവിടെയെങ്കിലും മുട്ടയിട്ട് വിരിഞ്ഞതെന്നൊക്കെ ചിലപ്പോൾ അവർക്കൊരു സംശയം ഉണ്ടാവാം. എന്തായാലും നമ്മൾ ആ വീട്ടിലേക്ക് പോകുന്ന വഴിയുടെ അടുത്ത്, അല്ലെങ്കിൽ വീട്ടിനടുത്താണ് നമ്മൾ നിൽക്കുന്നത്. പോകാൻ നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ തേടിയിരിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് പ്രേക്ഷകർക്ക് പരിചയപ്പെടാനായിരിക്കുന്ന അതിഥി വ്യത്യസ്തനാണ്. ഒരു കുഞ്ഞു മൂർഖൻ പാമ്പെന്ന്. കുഞ്ഞുമൂർഖൻ നമ്മുടെ പ്രേക്ഷകർ ആദ്യമായിട്ട് കാണുകയില്ല. കുഞ്ഞു മൂർഖന്മാരെ നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് 100, 200 അല്ല, 1000കണക്കിന് കുഞ്ഞു മൂർഖന്മാരെ നമ്മുടെ പ്രേക്ഷകർ കണ്ടിട്ടുള്ളതാണ്. എൻ്റെ വീട്ടിൽ മുട്ട വിരിയിച്ച കുഞ്ഞുങ്ങളെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. ഈ വർഷം 2017 നമ്മൾ പരിചയപ്പെടുത്തി. നമുക്ക് പോകാം നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക്.
നമ്മുടെ ഒരു കുഞ്ഞു മൂർക്കൻ, ചെറിയ മൂർക്കൻ, എനിക്ക് തോന്നുന്ന മൂർക്കൻ്റെ കുഞ്ഞെന്ന് പറയുമ്പോൾ ഈ സീസണിൽ ഈ വർഷം മുട്ട വിരിഞ്ഞ അതിഥിയായിരിക്കും. കാരണം ഇപ്പോൾ പാമ്പുകളുടെ മുട്ട വിരിയുന്ന സമയമാണ്. പക്ഷേ ഇതിൽ ഇവിടെ ഒരു മൂർക്കനെ കണ്ടുകൊണ്ട് അതൊരു അത്ഭുതമല്ല. കാരണം ഈ വീട്ടിൻ്റെ മുൻവശത്ത് ഒരു വേക്കൻ്റായ പ്ലോട്ടാണ്. ഒരു പ്ലോട്ടല്ല, ഒന്നിൽ കൂടുതൽ പ്ലോട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് വരാനായിട്ട് അല്ലെങ്കിൽ പാസ് ചെയ്ത് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനകത്ത് ഈ അതിഥി ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇല്ല എങ്കിൽ അത് മിക്കവാറും പൈപ്പിനകത്ത് കയറിയാൽ നമുക്ക് ഇതുപോലുള്ള അതിഥികളെ നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് ഒത്തിരി ഒന്നും രണ്ടൊന്നുമല്ല. കഴിഞ്ഞ വർഷം അവസാനം ഞാൻ ഏകദേശം ഒരു 1000-ലേറെ മുറുക്കൻ പാമ്പിൻ്റെ മുട്ടകളെ വിരിയിച്ച് നമ്മുടെ പ്രേക്ഷകർ കണ്ടതാണ്. ഈ വർഷവും അതുപോലെ തന്നെ ഏകദേശം 1000-ഓളം മുട്ടകൾ വിരിയിച്ചു. അതിൽ ഒരു 500-ഓളം കുഞ്ഞുങ്ങളെ നമ്മളിപ്പോൾ ഞാൻ 2 ടേണായിട്ട് കാട്ടിൽ വിട്ട് കഴിഞ്ഞു. ഇനിയും 250-300-ഓളം കുഞ്ഞുങ്ങൾ എൻ്റെ വീട്ടിൽ മുട്ട വിരിഞ്ഞിരിക്കുന്നു. ഇനി മുട്ട വിരിയാനായി മുട്ടകൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രേക്ഷകർ കണ്ട് ഇത് കടിക്കുന്നു, കുഞ്ഞുങ്ങൾ കടിക്കും, ജനിച്ചാൽ ഉടനെ കടിക്കുന്ന അതിഥിയാണ് നമ്മുടെ എല്ലാ പാമ്പ് വർഗ്ഗങ്ങളും, മൂർഖനായിരുന്നാലും അള്ളിയായിരുന്നാലും ഒക്കെ. പക്ഷേ വെനമുള്ള പാമ്പുകളിൽ പെട്ടെന്ന് ജനിക്കുമ്പോഴേ അവർക്ക് വെനമുള്ള പല്ലുകളുണ്ടാവും, വെനമുണ്ടാവും, പല്ലുണ്ടാവും. കടിച്ചപ്പോൾ നമുക്ക് വലിയ അപകടം ഉണ്ടാകുന്നില്ല. എന്നാലും ചില ആൾക്കാർക്ക്, എനിക്ക് കുഴപ്പമില്ലെങ്കിലും മറ്റുള്ളവർക്ക് മെഡിസിൻ എടുക്കേണ്ടി വരും. കാരണം ഇപ്പോൾ ഹണ്ടിങ് തീറ്റി തേടാൻ പോകാനുള്ള സമയമായി കഴിഞ്ഞു. അപ്പോൾ അവർക്ക് ഇരയായ തവളയോ പല്ലിയോ ഒക്കെ കൊല്ലാനുള്ള വെനം അദ്ദേഹത്തിൻ്റെ ഗ്ലാൻഡിലുണ്ടാവും. അപ്പോൾ അപകടം ഉണ്ടാവും. ഇതിനൊക്കെയുള്ള കുഞ്ഞു മൂർഖന്മാരെ കടിച്ചാലും വെനമുണ്ടാവും, അപകടം ഉണ്ടാവും. ഒരു കാരണവശാലും ഇത് നിങ്ങൾ അനുകരിക്കാൻ ശ്രമിക്കരുത്. കുഞ്ഞാണെന്ന് വിചാരിച്ച് നിസ്സാരമായിട്ട് കാണരുത്. ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുന്നേയൊക്കെ ആണെങ്കിൽ എൻ്റെ വീട്ടിൽ ഞാൻ മുട്ട വിരിയിച്ച മൂർഖൻ പാമ്പിൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ കയ്യിലൊക്കെ കടിപ്പിക്കുകയുണ്ടായി. പക്ഷേ ഇപ്പോൾ ചിലപ്പോൾ അത് അങ്ങനെ കടിപ്പിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവാം. കാരണം എൻ്റെ ശരീരത്തിലെ ഹോർമോൺസിൻ്റെ അളവ് ചിലപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ കുറഞ്ഞ് വരാം. എന്തായാലും നമ്മുടെ കുഞ്ഞ് ഏകദേശം 10 ദിവസത്തിലേറെ പ്രായമുള്ള ഈ കുഞ്ഞൻ അതിഥിയെ നമ്മൾ ഒരു ബോട്ടിലാക്കിയതിന് ശേഷം ഇവർ പറഞ്ഞപോലെ ഈ വീടിൻ്റെ പരിസരം, വീടിൻ്റെ 4 ചുറ്റും ഒന്ന് സെർച്ച് ചെയ്യേണ്ടതുണ്ട്. എന്തായാലും സ്നേക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ അടുത്ത യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. തിരുവനന്തപുരം ജില്ലയിലാണെങ്കിലും ഈ മേഖലയിൽ ഞാനിപ്പോൾ നിൽക്കുന്ന മേഖലയിൽ ഒരുപാട് അതിഥികളുടെ സാന്നിധ്യം കൂടിയൊരു മേഖലയാണ്. കാരണം എൻ്റെ ചെറുപ്പനാളിൽ, എൻ്റെ കൊച്ചുനാളിലൊക്കെ ഞാൻ ഈ ഭാഗത്തൊക്കെ വരുമ്പോൾ ആക്കുളം കായൽ എന്നൊരു കായലുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് ഏരിയ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പോൾ ഞാൻ വരുമ്പോൾ അവിടെ ഈ വാട്ടർ അഥവാ നീർനായുടെ ഒരു കൂമ്പാരം തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനെ കാണാൻ പോലും ഇല്ല എന്നുള്ള. എന്തായാലും നമ്മളിപ്പോൾ ഇവിടെ ഒരു പുതിയൊരു ഹോട്ടലിൻ്റെ, ഒരു 5 സ്റ്റാർ ഹോട്ടലിൻ്റെ കോമ്പൗണ്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു അതിഥിയെ, എനിക്ക് തോന്നുന്നത് പാലുകാച്ചിന് അതിൻ്റെ ഉദ്ഘാടനം ആയിട്ടില്ല, ഉദ്ഘാടനം ഡിസംബറിലേ ആവുള്ളൂ. അപ്പോൾ ഡിസംബറിൽ പാലുകാച്ചിന് മുന്നേ അല്ലെങ്കിൽ ഉദ്ഘാടനത്തിന് മുന്നേ അതിഥിയായി താമസത്തിനെത്തിയ ഒരു കുഞ്ഞൻ അതിഥി നമ്മൾ ഇവിടുത്തെ ഇന്നത്തെ ഇതിൻ്റെ ചുമതല വഹിക്കുന്ന സാറ് കണ്ടെത്തി. ഒരു പിൽറ്റിനകത്ത്, ഒരു കുഴിക്കകത്ത് അദ്ദേഹം റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് കയറി പോകാൻ ഒരു കുഞ്ഞൻ അതിഥി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും നമ്മൾ ഈ സ്ഥലത്തെത്തി നമുക്ക് നോക്കാം നമ്മുടെ അതിഥി, നമ്മുടെ സാറ് പറഞ്ഞ പോലെ വ്യത്യസ്തനാണോ, അതേ കോമൺ ആയിട്ട് നമ്മുടെ പ്രേക്ഷകർ കണ്ട അതിഥിയാണോ നോക്കാൻ പോകാം. നമുക്ക് നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക്.
എന്തായാലും നമ്മളിവിടെ വന്നു, നമ്മുടെ അതിഥിയെ കണ്ടു, അതിഥിയെ കീഴടക്കിയില്ല. അതിഥിയെ കീഴടക്കേണ്ട കാര്യമില്ല, കാരണം അദ്ദേഹം കീഴടങ്ങി കിടക്കണം. കാരണം ഇതൊരു ഈ കുഴിക്കകത്ത് അകപ്പെട്ടാൽ, അല്ലെങ്കിൽ ഈ ഒരു ഏരിയക്കകത്ത് അകപ്പെട്ടാൽ, ഈ കാർ ലിഫ്റ്റിങ്ങിൻ്റെ ഏരിയയാണ്. ഇതിപ്പോൾ ഇതിനകത്ത് അകപ്പെട്ടാൽ ഒരിക്കലും അത് കയറി പോകില്ല. അത്ര ഇത് ഒരു മീറ്റർ ഹൈറ്റേ ഉള്ളൂ. പക്ഷേ 1 മീറ്റർ കൂടുതൽ ഹൈറ്റുള്ള കുഴി ആയതുകൊണ്ട് പാമ്പിന് 1 മീറ്റർ നീളം വേണം. അപ്പോൾ അതിന് കയറിപ്പോകാൻ കുറച്ച് ആരോഗ്യമുള്ളത്തിൽ കനമുള്ളൊരു പാമ്പായിരുന്നെങ്കിൽ, പ്രായമുള്ളൊരു പാമ്പായിരുന്നെങ്കിൽ കയറിപ്പോയേനെ. അപ്പോൾ എന്തായാലും നമുക്ക് വേണ്ടി ഇവിടുത്തെ ഡ്യൂട്ടി ഓഫീസർ സാറ് പറയുന്നത്, ഇന്നലെ ഒരാൾ വന്നിട്ട് പോയി, മെനിങ്ങാന്ന് ഒരാൾ വന്നിട്ട് പോയി. ഞാൻ വിചാരിച്ച് ഈ ബിൽഡിംഗ് നോക്കാൻ വന്നിട്ട് പോയി, അല്ലെങ്കിൽ റൂം നോക്കാൻ വന്നിട്ട് പോയായിരിക്കും. അപ്പോൾ നമ്മുടെ അതിഥികൾ വന്നിട്ട് പോയെന്നാണ് സാറ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും, അദ്ദേഹം ഫീമെയിലാണ്, പെണ്ണാണ്, കുഞ്ഞനാണ്, 2 വയസ്സ് കഷ്ടി. ഈ വർഷം ഇപ്പോൾ ഈ സമയം, ഈ സീസൺ ആകുമ്പോൾ 2 വയസ്സ് മാത്രം പ്രായമുള്ള 1 മീറ്റർ കഷ്ടി 1 മീറ്റർ നീളമുള്ള ഒരു അമ്മ അതിഥി. അമ്മയെന്ന് പറയാൻ പറ്റില്ല, കാരണം ഫീമെയിൽ ഇത് മാറ്റിങ്ങിനുള്ള സമയമായിട്ടില്ല. സാധാരണ കഴിഞ്ഞ ഒരാഴ്ച 2-3 ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ കേരളത്തിൽ പാമ്പിനെ പിടിക്കുന്ന ഒരാൾ തന്നെ എന്നെ വിളിച്ചിട്ട് ചോദിച്ച സംശയമാണ്, ചേട്ടാ പാമ്പുകൾ എത്ര വയസ്സ് കഴിയുമ്പോഴാണ് ഇണ ചേരുന്നതെന്ന്. കാരണം സാധാരണ 2 വയസ്സ് കഴിഞ്ഞ് 3 വയസ്സിനടുത്ത്, അത് 2.5 വയസ്സാകുമ്പോൾ അത് മാറ്റിംഗ് പീരീഡ് ആവുന്നു. 3-ാമത്തെ വയസ്സാകുമ്പോൾ ഇണ ചേർന്നു. 3 വയസ്സ് മുതൽ അങ്ങോട്ട് ഇണ ചേർന്ന് തുടങ്ങാറുണ്ട്. അതുപോലെ ഒട്ടനവധി സംശയങ്ങളാണ് കേരളത്തിലെ പല ജില്ലകളിലും സ്നേക്ക് കേച്ച് അല്ലെങ്കിൽ പാമ്പിനെ പിടിക്കുന്ന ആൾക്കാർ എന്നെ വിളിച്ച് ചോദിക്കുന്ന സംശയങ്ങൾ. എന്തായാലും അതൊക്കെ ദൂരീകരിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. എന്തായാലും നമുക്ക് നമ്മുടെ അതിഥിയെ ഒന്ന് പരിചയപ്പെടുത്താം നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക്. ഞാൻ പറഞ്ഞതുപോലെ നമ്മളെപ്പോഴും പറയാനുള്ളൊരു കാര്യം, കുഞ്ഞിന് അതിഥി ഒന്ന് ആദ്യം പറയുകയാണ്, അനുകരിക്കാൻ ശ്രമിക്കരുത്. അനുകരിച്ചൊരിക്കലും നിങ്ങൾ അപകടം വിലയ്ക്ക് വാങ്ങരുത്. ഞാനും നിങ്ങളും തമ്മിൽ ഒരുപാട് അകലം, നമ്മുടെ ശരീരങ്ങൾ തമ്മിൽ ഒരുപാട് അകലമുണ്ട്, ഹോർമോണിൻ്റെ വ്യത്യാസമുണ്ട്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊരു കുഞ്ഞിന് അതിഥിയാണെങ്കിൽ തന്നെ, 2 വയസ്സ് മാത്രമുള്ള അതിഥിയാണെങ്കിൽ തന്നെയും ഇതിൻ്റെ കടിയേറ്റാലും മരണം സംഭവിക്കാം, ക്രിട്ടിക്കലാവാം. കാരണം മുൻകാലങ്ങളിലൊക്കെ ആണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കടി ഏൽക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മരണം സംഭവിക്കില്ല. ഇപ്പോൾ നമ്മുടെ ഭക്ഷണ രീതിയൊക്കെ മാറി വരുന്നതുകൊണ്ടും എല്ലാവരും ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നതുകൊണ്ടും നമ്മുടെ ശരീരത്തിലെ ഹോർമോൺസിന് തന്നെ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ എന്നെ അനുകരിക്കാൻ ശ്രമിക്കരുത്. പാമ്പ് കടിയേറ്റിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ അടുത്ത ഹോസ്പിറ്റലായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയണം. കടിയേൽക്കാതിരിക്കട്ടെ അതിൻ്റെ പരമാവധി. ഞാൻ പറഞ്ഞത് 2 വയസ്സ് മാത്രമേ കഷ്ടി ഇദ്ദേഹത്തിന് പ്രായമുള്ളൂ. ഫീമെയിൽ പെണ്ണ് തന്നെയാണ്. ചുണ്ട് കൂർത്തിരിക്കുന്നു, തല ചെറുതാണ്, കണ്ണിൻ്റെ പുറകിൽ കവിള് കൂർത്തിരിക്കുന്നു. എന്തായാലും നോക്കുക, നമ്മുടെ പ്രേക്ഷകർ നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഇദ്ദേഹത്തിന് പാമ്പുകളുടെ ഒരു പ്രത്യേകം, മൂർഖൻ പാമ്പ് ഒരു കളറിലല്ല കേരളത്തിൽ കണ്ടു. ഒരിനം മൂർഖൻ പാമ്പ്, സ്പെക്ടിക്കൽ കോബ്ര എന്നറിയപ്പെടുന്ന നാജ എന്നറിയപ്പെടുന്ന ഒരിനം മൂർഖൻ പാമ്പ് മാത്രമേ നമ്മുടെ കേരളത്തിൽ ഉള്ളൂ എങ്കിലും, പക്ഷേ ചെറിയ വ്യത്യാസങ്ങളിൽ എനിക്ക് എൻ്റെ വീട്ടിൽ 14 കളറുള്ള ചെറിയ സ്കിന്നിലുണ്ടാകുന്ന ചെറിയ വ്യത്യാസങ്ങളിൽ 14 കളറുള്ള പാമ്പുകളുടെ മുട്ട വിരിയിക്കാൻ എനിക്ക് കഴിഞ്ഞു. അതുപോലെ ഒരു കളറാണ് ഇദ്ദേഹത്തിൻ്റെ ദേഹത്തും കണ്ടുവരുന്നത്. എന്തായാലും സ്പെക്ടിക്കൽ കോബ്ര എന്നറിയപ്പെടുന്ന നാജ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന അതിഥി തന്നെയാണ്. എന്തായാലും ഇദ്ദേഹത്തെ നമ്മൾ ശല്യപ്പെടുത്തുന്നില്ല. ഇവിടെ ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ കൂടുതലുള്ള സ്ഥലമാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇതിൻ്റെ തൊട്ടടുത്ത് ഒരു പറമ്പിലൊരു കിണറ്റിൽ ഇതിൻ്റെ 100 ഇരട്ടിയിലേറെ സൈസുള്ളൊരു മൂർഖൻ പാമ്പിനെ ഞാൻ വന്ന് എടുത്തിരുന്നു. നമുക്ക് ടീം നമ്മോടൊപ്പം സഞ്ചരിച്ചില്ല, നമുക്കന്ന് ടീം സഞ്ചരിക്കുന്ന ദിവസമല്ലായിരുന്നു. എന്തായാലും നമ്മുടെ ഈ അതിഥിയെ നമ്മൾ സമയം കളയുന്നില്ല. നമ്മളൊരു ബോട്ടിൽ വാങ്ങി, ഇവരുടെ സാന്നിധ്യത്തിൽ തന്നെ ഈ ബോട്ടിൽ വാങ്ങി ബോട്ടിൽ അടച്ചതിന് ശേഷം ഇവരോട് യാത്ര പറഞ്ഞ് മറ്റൊരു അതിഥിക്കായി അടുത്ത സ്ഥലത്തേക്ക് യാത്രയാണ്. ഞാൻ പറയാൻ വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ
പ്രേക്ഷകർക്ക് നമ്മുടെ പ്രോഗ്രാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രേക്ഷകരുടെ ഒത്തിരി സംശയങ്ങൾ ദൂരീകരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ, ചില ആൾക്കാർ നമ്മുടെ സംശയം ചോദിക്കാൻ മടിക്കുന്നുണ്ടെങ്കിൽ, ഒരു കാരണവശാലും നിങ്ങൾ നമ്മൾ എന്നോടായിരുന്നാലും നമ്മുടെ പ്രൊഡ്യൂസറിനായാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിച്ച് സംശയങ്ങൾ ചോദിക്കാം. ഞങ്ങൾ രണ്ടുപേരും നിങ്ങൾക്കുള്ള സംശയങ്ങൾ നിങ്ങൾ ദൂരീകരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു കാരണവശാലും നിങ്ങളിത് അനുകരിക്കാൻ ശ്രമിക്കരുത്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുന്നേയും ഒരു 3 ചെറുപ്പക്കാർക്ക് പാമ്പ് കടി ഏൽക്കുകയുണ്ടായി. അതിലൊരാൾ മരണപ്പെടുകയുണ്ടായി. ഒരു കാരണവശാലും നിങ്ങൾ ഞങ്ങളെ അനുകരിക്കാൻ ശ്രമിക്കരുത്. നമ്മൾ പേടി മാറ്റാൻ വേണ്ടിയാണ് എല്ലാവരും അടുത്ത് നിർത്തുന്നതെങ്കിൽ, എല്ലാവരും അടുത്ത് നിർത്തി പേടി മാറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പാമ്പിനെ പിടിക്കാനായി നിങ്ങൾക്ക് ട്രെയിനിങ് തരികയില്ല. ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നിങ്ങളെ വിളിച്ചു വരുത്തി ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് പാമ്പിനെ എൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ട്രെയിനിങ് സെൻറ്ററിൽ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി ആ പാമ്പിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെയാണ് സേവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒഴിവാക്കേണ്ടതെന്നൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങളിതിൻ്റെ പിറകെ പോകാവൂ. കാരണം നിങ്ങൾ ഒരുപാട് പേര് ഞങ്ങളെ അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതൊരിക്കലും പാടില്ല. അതുപോലെ 2 കാര്യങ്ങൾ. ഒന്ന്, ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് ഞാൻ പറയുന്നത്, നമ്മുടെ 250ാമത് എപ്പിസോഡുകൾ പിന്നിടുന്ന നമ്മുടെ പ്രോഗ്രാമിൽ ഞങ്ങൾ ഒരുപാട് വ്യത്യസ്തരായ അതിഥികൾ 250 എപ്പിസോഡുകൾ പിന്നിട്ട് കഴിഞ്ഞുവെങ്കിൽ ഞങ്ങൾ ഒരുപാട് വ്യത്യസ്തരായ അതിഥികളെ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തിയെങ്കിലും ഇനിയും ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടുത്താനുണ്ടെങ്കിലും ഒരു പ്രാവശ്യം പരിചയപ്പെട്ട ഓർമ്മ വെച്ച് നിങ്ങൾ അതിൻ്റെ പിറകെ പോകാതിരിക്കുക. അതുമാത്രമല്ല, നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ പ്രേക്ഷകർ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒരിക്കൽ കൂടി പറയുകയാണ്, അണലി പ്രസവിക്കുന്ന സമയമായി ഏകദേശം തീരാറായി കഴിഞ്ഞു. മുറുക്കൻ പാമ്പിൻ്റെ മുട്ട വിരിയുന്ന സമയം തീരാറായി കഴിഞ്ഞു. അപ്പോൾ ഇനി അങ്ങോട്ട് മുറുക്കൻ പാമ്പിൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ പരിസരത്ത് കണ്ടു കഴിഞ്ഞാൽ, അഥവാ ആർക്കെങ്കിലും കുഞ്ഞുങ്ങളെ ചവിട്ടി കടിയേൽക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യണം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. നമുക്ക് ഏഷ്യയിലെ ഏറ്റവും നല്ല മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ്. തിരുവനന്തപുരത്തുകാർക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയണം. കാരണം അവിടെ എത്തിച്ചാൽ നമുക്ക് പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ കഴിയും. ഒരു കാരണവശാലും കയറോ റോപ്പൊന്നും ഉപയോഗിച്ച് കെട്ടി വെക്കാതിരിക്കുക. ബ്ലേഡോ കത്തിയൊന്നും ഉപയോഗിച്ച് മുറിവ് ഉണ്ടാക്കാതിരിക്കുക. വീതിയുള്ള തുണി ഉപയോഗിച്ച് മാത്രമേ കെട്ടാൻ പാടുള്ളൂ. ടൈറ്റാക്കി കെട്ടാൻ പാടില്ല. അതുമാത്രമല്ല, നമ്മൾ ആ പാമ്പ് കടിയേറ്റ ആളിൻ്റെ മനസാന്നിധ്യം ഏറ്റവും അനിവാര്യമാണ്. ഒരിക്കലും നിങ്ങൾ ഒരാളിനെ എന്തെങ്കിലും ചേരയുടെയോ നെറുക്കുകളുടെയോ രാജവമ്പ മുറുക്കൻ്റെയോ കടിയേറ്റാൽ പേടിപ്പിക്കാതിരിക്കുക. ഏറ്റവും അനിവാര്യം ഭയപ്പെടാതിരിക്കുക. ബ്ലഡ് സർക്കുലേഷൻ കുറയ്ക്കുക. ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ആ പേഷ്യൻറ്റിനെ എത്തിക്കണം. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ ദൗത്യം അവസാനിപ്പിക്കുന്നു. നമ്മുടെ ദൗത്യം അവസാനിപ്പിക്കുന്നതല്ല, നമ്മുടെ ഈ എപ്പിസോഡ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇന്നത്തെ യാത്രയുടെ ഈ ഭാഗം നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നുള്ള വിശ്വാസത്തോടു കൂടി അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നമ്മുടെ പ്രേക്ഷകർക്ക് ഞങ്ങളുടെ നന്ദി, നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സ്നേക് മാസ്റ്റർ, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ഇമെയിൽ kaumudi.tvsnakemaster@gmail.com. പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കേണ്ട നമ്പർ 9387974441.